ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി ഏക്കറുകണക്കിന് ഭൂമി നികത്തുന്നത് അനധികൃതമായി മണ്ണെത്തിച്ച് മണ്ണെടുത്തിരുന്ന കവളപ്പാറ പ്രദേശത്ത് പ്രതിഷേധം ഉയർന്നതോടെ നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം മണ്ണെടുത്ത് വന്നിരുന്ന ലോറിക്ക് അമിതഭാരം കയറ്റിയതിന് പോലീസ് പിഴ ഈടാക്കി. നൂറുകണക്കിന് ലോഡ് മണ്ണാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ചതുപ്പ് നിലം നികത്താൻ കൊണ്ടുവന്നിടുന്നത്. പ്രവൃത്തികൾ കരാർ നൽകിയിരിക്കുന്ന കമ്പനികൾ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം രാപ്പകലില്ലാതെ മണ്ണെടുത്ത് കുന്നു നിരത്തുന്നുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിലും ഇവരുടെ കണ്ണുവെട്ടിച്ചാണ് അനധികൃതമായി മണ്ണെത്തിച്ച് നിലം നികത്തുന്നത്. 5 സെന്റ് ഭൂമിക്ക് പോലും നികത്താൻ നിരവധി നിയമക്കുരുക്കുകൾ കിടക്കുമ്പോഴാണ് ചതുപ്പുനിലം പോലും വൻതോതിൽ മണ്ണിടിച്ച് നികത്തുന്നത്. റെയിൽവേയുടെ സ്ഥലത്തു നിന്നുള്ള മണ്ണാണ് നിലം നികത്താൻ ഉപയോഗിക്കുന്നതെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം. അതേസമയം റെയിൽവേയുടെ മണ്ണാണെങ്കിലും പാതയിലൂടെ കൊണ്ടുവരുന്നതിനും നീക്കം ചെയ്യുന്നതിനും അനുമതി ആവശ്യമാണെന്ന് പോലീസ് പറഞ്ഞു. കവളപ്പാറ, ചളവറ, മുളയങ്കാവ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കുന്നിടിച്ച് നിരപ്പാക്കിയാണ് ഇത്രയധികം മണ്ണെടുക്കുന്നത് എന്നാണ് പരാതി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിനായാണ് ഈ അനധികൃത നിലം നികത്തൽ നടക്കുന്നത്. ഇപ്പോഴും കരാറുകാർ വൻതോതിൽ കുന്നിടിച്ച് നിരത്തി മണ്ണെത്തിക്കുകയാണ്. റവന്യൂ വകുപ്പും ജിയോളജിയുമൊന്നും ഇത്തരം കരാറുകാർക്കെതിരെ വിരലനക്കുന്നില്ല എന്നതാണ് പരാതികൾക്കിടയാക്കുന്നത്. റെയിൽവേ വികസനത്തിന്റെ പേരിൽ കോടികളുടെ മണ്ണ് കടത്തും നടക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. മണ്ണ് കടത്തുന്നതിനോ കുന്നിടിച്ച് നിരപ്പാക്കുന്നതിനോ അനുമതിയുണ്ടെങ്കിൽ ഇവയെല്ലാം പരിശോധനകളിൽ നൽകണമെന്നതാണ് പരാതികൾ ഉയർത്തുന്നവർ ഉന്നയിക്കുന്നത്. ഏക്കർ കണക്കിന് നിലം നികത്താൻ അനുമതി നൽകിയിട്ടില്ലെന്നാണ് ജിയോളജി വകുപ്പും നൽകുന്ന വിവരം. വ്യൂ ലക്ഷറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കുളപ്പുള്ളി.